നമസ്കാരം. വളരെ ചുരുങ്ങിയ ചിത്രങ്ങളിലൂടെ തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായി മാറിയ താരമാണ് കനിഹ. വിവാഹത്തിന് മുമ്പും ശേഷവും സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന താരം കുടുംബത്തിനും കരിയറിനും തുല്യ പ്രാധാന്യമാണ് നൽകുന്നത്. മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം തന്റെ വിശേഷങ്ങളും ചിത്രങ്ങളുമെല്ലാം തന്നെ ആരാധകരുമായി പങ്കുവയ്ക്കാറുമുണ്ട്. മലയാളത്തിലും തമിഴിലും അന്യഭാഷകളിലുമൊക്കെ തന്റേതായ സാന്നിധ്യം ഉറപ്പിക്കാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ നടി പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായി മാറുന്നത്. പഴശ്ശിരാജ, ഭാഗ്യദേവത, സ്പിരിറ്റ് പോലുള്ള അഭിനയിച്ച സിനിമകൾ എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അതുകൊണ്ട് തന്നെ മലയാള സിനിമയോടും സിനിമാക്കാരോടും പ്രേക്ഷകരോടുമുള്ള നന്ദി താൻ എന്നും മനസ്സിൽ സൂക്ഷിക്കുമെന്ന് കനിഹ പറയുന്നു. ഈ അഭിമുഖത്തിൽ കനിഹ തന്റെ മകന്റെ ജനനത്തെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ് ഭർത്താവിനൊപ്പം ഞാൻ US പോയി. അവിടെ വെച്ചാണ് ഗർഭിണിയായതും കുഞ്ഞിനെ പ്രസവിച്ചതും. ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത സ്മൂത്ത് പ്രഗ്നൻസി ആയിരുന്നു എന്റേത്. എന്നാൽ ഡെലിവറിക്ക് ശേഷം അങ്ങനെ ആയിരുന്നില്ല. കുഞ്ഞിന് ജന്മം നൽകിയതിനു ശേഷം എന്നെ ഒന്ന് കാണിച്ച് അതിനെ കൊണ്ടുപോയി. അതിനുശേഷം ഡോക്ടർമാർ വന്ന് ഹാർട്ട് ഷേപ്പ് ഒക്കെ വരച്ച് കാണിച്ച് എന്റെ കുഞ്ഞിന്റെ ഹൃദയത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് സംസാരിച്ചു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഈ കുഞ്ഞ് ഒരു രാത്രി താങ്ങില്ല എന്ന് ഡോക്ടർ പറഞ്ഞത് എനിക്ക് വലിയ ഷോക്കായിരുന്നു. ആ നിമിഷത്തെ അതിജീവിച്ചതിനു ശേഷം എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം എന്ന് ഞാൻ പറഞ്ഞു. എവിടെ നിന്നാണ് എനിക്ക് ആ ശക്തി വന്നതെന്ന് അറിയില്ല. ശരീരം മുഴുവൻ പലതും ഘടിപ്പിച്ച ഒരു കുഞ്ഞു ശരീരത്തെ ഞാൻ കണ്ടു. ആ കുഞ്ഞിന്റെ മുഖം എനിക്കൊരു ആത്മവിശ്വാസം നൽകി തിരിച്ചു വരുമെന്ന്. 7 ദിവസം കുഞ്ഞ് വെന്റിലേറ്ററിലായിരുന്നു. എത്ര ദിവസം ഇങ്ങനെ കിടത്തും? സർജറി ചെയ്യാമെന്ന് ഡോക്ടർമാരും ബന്ധുക്കളും എല്ലാം പറഞ്ഞു. ആ സമയത്ത് ഞാൻ കടന്നു പോയത് വല്ലാത്ത മാനസികാവസ്ഥയിലാണ്. ജീവനോടെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയാൽ മുലയൂട്ടണം, അതിന് ബ്രസ്റ്റ് മിൽക്ക് കറന്നു കളയണം. പോസ്റ്റ്മോർട്ടം അവസ്ഥ വേറെ, മാനസിക സംഘർഷങ്ങളും വേദനയും. ജീവനോടെ കുഞ്ഞിനെ തരണമെന്ന് മാത്രമേ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുള്ളൂ. 2 സർജറി ചെയ്തു. 45 ദിവസത്തിന് ശേഷം കുഞ്ഞിനെ ആരോഗ്യത്തോടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എല്ലാ അമ്മമാരും കുഞ്ഞ് ചിരിച്ചോ കളിച്ചോ മലർന്നു കുമ്പിട്ട് കിടന്നോ എന്നൊക്കെ നോക്കി കാത്തിരിക്കുമ്പോൾ സർജറി കഴിഞ്ഞ എൻ്റെ കുഞ്ഞിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നാണ് ഞാൻ നോക്കിയത്. കേൾവിയും സംസാരശേഷിയും എല്ലാം ശരിയാണോ എന്നറിയാനുള്ള കാത്തിരിപ്പായിരുന്നു. അതുവരെ എന്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചോ അതൊന്നുമല്ല ജീവിതമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് കുഞ്ഞിന്റെ ജനനത്തിന് ശേഷമാണ്. ഇന്ന് എൻ്റെ മകൻ പൂർണ്ണ ആരോഗ്യവാനാണ്, സന്തോഷവാനാണ്. ഇപ്പോൾ ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും വരട്ടെ നോക്കാം എന്ന മെന്റാലിറ്റിയാണെന്നും കനിഹ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. അതേസമയം കരിയറിൽ വിജയകരമായി മുന്നോട്ട് പോകുമ്പോഴും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ കനിഹയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ജനിച്ചപ്പോൾ മകനുണ്ടായിരുന്ന ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും അമ്മ അർബുദബാധിതയായതുമൊക്കെ കനിഹയെ തളർത്തു കളഞ്ഞ സംഭവമാണ്. മകന് സംഭവിച്ചതിന് സമാനമായ വേദനയിലൂടെയാണ് അമ്മയ്ക്ക് വയ്യാതെ വയ്യപ്പോഴും കനിഹ കടന്നുപോയത്. എൻ്റെ അമ്മ ഞങ്ങളോട് ക്യാൻസർ ബോധവൽക്കരണത്തെക്കുറിച്ച് ധാരാളം സംസാരിച്ചിരുന്നു. പെട്ടെന്നാണ് ഒരു ദിവസം അത് അമ്മയെ പിടികൂടുന്നത്. ഒരു ദിവസം സ്ഥാനങ്ങളിൽ വേദന തോന്നുന്നുവെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ഉടനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി പല ടെസ്റ്റുകളും ചെയ്തു. ഒടുവിൽ അമ്മയ്ക്ക് സ്ഥാനാർബുദമാണെന്ന് കണ്ടെത്തി. അതെനിക്ക് ശരിക്കും ഷോക്കായി. ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങളുടെ ജീവിതം കീഴ്മേൽ മറിഞ്ഞു. വാസ്തവത്തിൽ ഞങ്ങൾ അങ്ങനെ ഒന്ന് നേരിടാൻ ഒട്ടും തയ്യാറായിരുന്നില്ല. പക്ഷേ ആ സമയത്ത് അമ്മയ്ക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞത് എനിക്ക് ആശ്വാസമായി. സത്യത്തിൽ അമ്മയും അത് പ്രതീക്ഷിച്ചിരുന്നു. കൈപിടിച്ചെല്ലാം ശരിയാകുമെന്നൊരു ആശ്വാസവാക്കാണ് അമ്മ ആഗ്രഹിച്ചിരുന്നത്. കീമോതെറാപ്പിയും റേഡിയേഷൻ ചികിത്സയും ഉൾപ്പെടെ ഒരുപാട് വേദനകളിലൂടെ അമ്മ കടന്നുപോയി. ഞാൻ വളരെ സെൻസിറ്റീവായ വ്യക്തിയാണ്. എൻ്റെ വികാരങ്ങൾ ഞാൻ അത്ര പെട്ടെന്ന് ആരെയും കാണിക്കാറില്ല. പലർക്കും തങ്ങളുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അവരുടെ മനസ്സിലുള്ള ഭാരം കുറയും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ആ പ്രശ്നം എൻ്റെ ഉള്ളിൽ കിടന്നു തന്നെ ഭേദമാകും. ഞാൻ പ്രയാസകരമായ സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പാട്ട് വെച്ച് കാറിലിരുന്ന് കരയും. എനിക്കത് ശരിക്കും ഇഷ്ടമാണ്. അങ്ങനെ ചെയ്താൽ എന്തെന്നില്ലാത്തൊരു ശക്തി എന്നിലേക്ക് തോന്നും. ചികിത്സയ്ക്കിടെ അമ്മ അനുഭവിക്കുന്ന വേദന കണ്ട് ഞാൻ തകർന്നുപോയി. സുരക്ഷ മുൻനിർത്തി അമ്മയുടെ സ്ഥാനങ്ങൾ മുറിച്ചു മാറ്റി. അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം വന്നു. എന്നാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഉൾപ്പെടെയുള്ള ചില പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഞാൻ ആ സമയങ്ങളെ നേരിട്ടുവെന്നാണ് കനിഹ പറയുന്നത്. അതേസമയം അടുത്തിടെ മമ്മൂട്ടി നായകനായി എത്തിയ ബസൂക്ക എന്ന ചിത്രത്തെക്കുറിച്ച് നടി പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു. കോബ്ര, കേരള വർമ്മ, പഴശ്ശിരാജ, ദ്രോണ, ബാവുട്ടിയുടെ നാമത്തിൽ തുടങ്ങിയ മികച്ച സിനിമകളിൽ മമ്മൂട്ടിയോടൊപ്പം കനിഹ അഭിനയിച്ചിട്ടുണ്ട്. തനിക്ക് നല്ല എക്സ്പെക്ടേഷൻ ഉള്ള സിനിമയാണ് ബസൂക്ക എന്നും ടൈറ്റിൽ വന്നപ്പോൾ തന്നെ വ്യത്യസ്തമായ ഒരു സിനിമയാകുമെന്ന് തോന്നിയിരുന്നെന്നും കനിഹ പറയുന്നു. എപ്പോഴും മമ്മൂക്ക അത്തരം സിനിമകളിൽ വരുന്നത് ഫാൻസായ നമുക്ക് വലിയൊരു ട്രീറ്റ് തന്നെയാണ്. ബസൂക്ക സിനിമയുടെ ടീമിന് എന്റെ എല്ലാ ആശംസകളും നേരുകയാണെന്നും കനിഹ പറയുന്നു. പൃഥ്വിരാജ് സുകുമാരൻ, മോഹൻലാൽ കൂട്ടുകെട്ടിലെത്തിയ എമ്പുരാനെ കുറിച്ച് നടി സംസാരിച്ചു. എമ്പുരാൻ കണ്ടിരുന്നോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു മറുപടി. ആ സിനിമ താൻ എന്തായാലും കാണുമെന്നും ബ്രോഡാഡി സിനിമയുടെ സമയത്തെ പൃഥ്വിയും മോഹൻലാലും എമ്പുരാന്റെ പ്ലാനിലായിരുന്നുവെന്നും കനിഹ പറഞ്ഞു. എമ്പുരാൻ കണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എന്തായാലും ആ സിനിമ കാണും. ബ്രോഡാഡിയുടെ സമയത്തെ അവർ എമ്പുരാന്റെ പ്ലാനിലായിരുന്നു. അതുകൊണ്ട് ആ സിനിമയ്ക്ക് വേണ്ടി അവർ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാകും. തീർച്ചയായും ഞാൻ ആ സിനിമ കാണുമെന്നും കനിഹ പറഞ്ഞിരുന്നു. 2002 പുറത്തിറങ്ങിയ 5 സ്റ്റാർ എന്ന തമിഴ് സിനിമയിലൂടെയാണ് കനിഹ തന്റെ കരിയർ ആരംഭിച്ചത്. മണിരത്നത്തിന്റെ നിർമ്മാണത്തിൽ വന്ന സിനിമയായിരുന്നു 5 സ്റ്റാർ. അടുത്തിടെ സിനിമയിലേക്ക് എത്തിയതിനെക്കുറിച്ച് നടി പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മിസ് ചെന്നൈ ആയി തെരഞ്ഞെടുത്ത തന്റെ ഫോട്ടോ കണ്ട് സംവിധായകൻ ശങ്കർ തന്നെ ബോയ്സ് എന്ന ചിത്രത്തിലേക്ക് വിളിച്ചിരുന്നുവെന്ന് കനിഹ പറയുന്നു. ഒരു വർഷം ചിത്രത്തിനായി ശങ്കർ ആവശ്യപ്പെട്ടെന്നും എന്നാൽ എഞ്ചിനീയറിംഗ് പഠനം പാതയിൽ വെച്ച് അവസാനിപ്പിക്കാൻ മനസ്സ് അനുവദിക്കാത്തതിനാൽ ആ ചിത്രം ചെയ്തില്ലെന്നും കനിഹ പറഞ്ഞു. അതിനുശേഷമാണ് മണിരത്നത്തിന്റെ പ്രൊജക്ടിലേക്ക് വിളി
വരുന്നതെന്നും 5 സ്റ്റാർ ആണ് ആദ്യ സിനിമയെന്നും കനിഹ കൂട്ടിച്ചേർത്തു. കോളേജ് വെക്കേഷനിൽ ചെന്ന് അഭിനയിച്ച സിനിമയായിരുന്നു അതെന്നും ഫാഷൻ ഷോകളിലും ചുരുക്കം ചില കോളേജ് നാടകങ്ങളിലും അഭിനയിച്ച പരിചയം മാത്രമായിരുന്നു അന്ന് ഉണ്ടായതെന്നും നടി കൂട്ടിച്ചേർത്തു. മിസ് ചെന്നൈയായി തെരഞ്ഞെടുത്ത എന്റെ ഫോട്ടോ കണ്ടാണ് സംവിധായകൻ ശങ്കർ സാർ വിളിക്കുന്നത്. അന്ന് അദ്ദേഹം തുടങ്ങാനിരുന്ന ബോയ്സ് എന്ന സിനിമയിലേക്ക് വേണ്ടിയായിരുന്നു അക്ഷണം. സിനിമയിലെ കേന്ദ്ര കഥാപാത്രം നൽകിയെങ്കിലും 1 വർഷമാണ് ചിത്രത്തിനായി അദ്ദേഹം ആവശ്യപ്പെട്ടത്. എഞ്ചിനീയറിംഗ് പഠനം പാതിയിൽ വെച്ച് അവസാനിപ്പിക്കാൻ മനസ്സ് അനുവദിക്കാത്തതിനാൽ സിനിമാ മോഹത്തോട് താൽക്കാലികമായി നോ പറയുകയായിരുന്നു. അതിനുശേഷമാണ് മണിരത്നം സാറിന്റെ പ്രൊജക്ടിലേക്ക് വിളി വരുന്നത്. 5 സ്റ്റാർ ആണ് ആദ്യ സിനിമ. കോളേജ് വെക്കേഷനിൽ ചെന്ന് അഭിനയിച്ച സിനിമയായിരുന്നു അത്. ഫാഷൻ ഷോകളിലും ചുരുക്കം ചില കോളേജ് നാടകങ്ങളിലും അഭിനയിച്ച പരിചയം മാത്രമായിരുന്നു അന്നത്തെ കൈമുതൽ. ആദ്യ സിനിമയുടെ വിജയത്തോടെ ഒന്നിനു പിറകെ ഒന്നായി ചിത്രങ്ങൾ എത്തി തുടങ്ങിയെന്നും കനിഹ പറഞ്ഞിരുന്നു. കനിഹ തന്റെ ശ്രീലങ്കൻ യാത്രയിലെ മനോഹര നിമിഷങ്ങൾ പകർത്തിയ ചിത്രങ്ങൾ പങ്കുവച്ചതും സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടിയിരുന്നു. സ്വർഗത്തിൽ മറ്റൊരു ദിനം, നല്ല ഭക്ഷണം, സുഖകരമായ സംഗീതം, സന്തുഷ്ടമായ ജനങ്ങളും കടലും എന്നുമായിരുന്നു നടി തന്റെ ചിത്രങ്ങൾക്കൊപ്പം കുറിച്ചിരുന്നത്. രുചികരമായ മത്സ്യവിഭവങ്ങൾ വിളമ്പുന്ന മഹി മഹി എന്ന റെസ്റ്റോറന്റിൽ നിന്നുമുള്ളതാണ് ചിത്രങ്ങൾ. അഴകൊഴുകുന്ന കടലിന്റെ കാഴ്ചകൾ മാത്രമല്ല, അവിടുത്തെ സംഗീതവും ഭക്ഷണവും തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു എന്നും താരം ചിത്രങ്ങൾക്കൊപ്പം പങ്കുവച്ച കുറിപ്പിൽ എടുത്തു പറയുന്നുണ്ടായിരുന്നു. മമ്മൂട്ടിയുടെ പഴശ്ശിരാജയിൽ തുടർന്ന് ഒട്ടേറെ മലയാള ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് കനിഹ. ഭാഗ്യദേവത, സ്പിരിറ്റ് തുടങ്ങി കനിഹയെ മലയാളികൾക്ക് പ്രിയങ്കരിയാക്കിയ ഒട്ടേറെ ചിത്രങ്ങളുണ്ട്. മൈ ബിഗ് ഫാദർ, ദ്രോണ, ക്രിസ്ത്യൻ ബ്രദേഴ്സ്, കോബ്ര, സ്പിരിറ്റ്, ബാവുട്ടിയുടെ നാമത്തിൽ തുടങ്ങിയ അഭിനയ പ്രാധാന്യമുള്ള സിനിമകളിൽ കനിഹ അഭിനയിച്ചു. ദളപതി വിജയ് നായകനായി എത്തിയ ഗോട്ടിലും നടി എത്തിയിരുന്നു. മുൻ നടൻ ജയശ്രീ ചന്ദ്രശേഖറിന്റെ സഹോദരനായ ശ്യാം രാധാകൃഷ്ണനാണ് കനിഹയുടെ ഭർത്താവ്. 2008 ജൂൺ 15-നായിരുന്നു ഇരുവരുടെയും വിവാഹം.